ആത്മവിശ്വാസത്തോടു കൂടിയാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ വിഷയത്തെ നേരിട്ടിരുന്നത്. പക്ഷേ ശ്രീജിത് പണിക്കർ അത് കള്ളമാണെന്ന് തെളിയുകയാണല്ലോ. 20 കോടിയുടെ ഇടപാടിൻ്റെ രേഖകൾ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ CMRൽ നിന്ന് കിട്ടിയ തുകയേക്കാൾ എത്രയോ മടങ്ങ് രൂപ വീണ വിജയൻ കൈകാര്യം ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ SFIയുടെ റിപ്പോർട്ടുണ്ട്, അത് വായിച്ചു നോക്കിയതാണല്ലോ നമ്മളെല്ലാം. അതിൽ CMRൽ ആയിട്ടുള്ള ഇടപാടിലൂടെ മാത്രമാണ് ഈ കമ്പനിക്ക്, എക്സാലോജി കമ്പനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയത്. അതിനു മുമ്പ് ആ കമ്പനി നഷ്ടത്തിലായിരുന്നു, ഈ ഇടപാടിന് ശേഷവും ആ കമ്പനി നഷ്ടത്തിലായിരുന്നു. പിന്നെ ആ കമ്പനി നിർത്തുകയാണ് ചെയ്തത്. എക്സാലോജിക് എന്നുള്ള കമ്പനിയെ ഇപ്പോഴില്ല. അപ്പോൾ ആ സമയത്തും വീണ നടത്തിയ ഇടപാടുകൾ കിട്ടിയ വരുമാനത്തേക്കാൾ വളരെയധികം മടങ്ങ് ഉള്ള തുകയ്ക്കുള്ളതായിരുന്നു. അതാണല്ലോ 20 കോടിയുടെ കണക്ക് അവിടെ വരുന്നത്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ആ ഭരണകാലം മുതലെടുത്തുകൊണ്ട് നടന്ന കാര്യങ്ങളിലേക്കാണ് ED പോകുന്നത്. അപ്പോഴാണ് സലീം മടവൂർ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ അന്വേഷണം നടന്നില്ലല്ലോ എന്ന്. അല്ല, നോക്കാം, അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനായിട്ടൊന്നും കിട്ടുന്നില്ല എങ്കിൽ സാധാരണ രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് അത്. ശ്രീ സലീം മടവൂരും അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ റെലവെന്റ് ആയിരിക്കും കേട്ടോ, അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. അദ്ദേഹം അന്വേഷിക്കണമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ ചോദ്യത്തിനുള്ള മറുപടി അല്ല അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിലുള്ള കാര്യം പറയണം, അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നില്ല എന്ന് പറയുന്നതാണ് അതിന്റെ പ്രശ്നം. എനിക്ക് അതിനകത്തിൽ വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ആ സമയം അദ്ദേഹം അതിനെ ഡിഫ്ലക്ട് ചെയ്തിട്ട് മറ്റ് ശരിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയായിരിക്കും. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ മുന്നിലുള്ള അവൈലബിൾ ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കേസിനെ കാണുക. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന CPMന്റെ അടക്കമുള്ള ചാനൽ ചർച്ചകളിൽ വന്ന് CPMന്റെ ഭാഗം പറയുന്ന ആൾക്കാരുടെയും എല്ലാം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പല കേന്ദ്ര ഏജൻസികളും ഈ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് വീണയെ കേട്ടില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. SFIO വളരെ കൃത്യമായിട്ട് വീണയെ കേട്ടു. വീണയെ കേട്ടിട്ട് വീണ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തു. അത് വീണ ചാലഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ വായിച്ചതുപോലെ വീണയ്ക്കും അത് കിട്ടിയിട്ടുണ്ടാകും, നമ്മളെക്കാൾ മുമ്പേ വീണയ്ക്ക് അത് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ എന്നിട്ടും അവരതിനെ ചലഞ്ച് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് വാസ് റൈറ്റ്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും SFIയുടെ കണ്ടെത്തലും എന്താണ്? ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് മഞ്ജുഷ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതായത് വീണയെ സംബന്ധിച്ചിടത്തോളം അവരോട് അതിന്റെ ചോദ്യം ചെയ്യുന്നതിൻ്റെത് അതേപോലെ കൊടുത്തിട്ടുണ്ട്, വെർബാറ്റിം കൊടുത്തിട്ടുണ്ട്. അതിൽ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ഏതൊക്കെ കമ്പനികളുമായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ഡീലുകൾ ഉള്ളത്? അപ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയ നിങ്ങളുടെ കസ്റ്റമർ ആരാണ്? അത് CMRലാണ്. എന്ന് വെച്ചാൽ അവരുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധനാഗമ മാർഗം എന്ന് പറയുന്നത് CMRലുമായിട്ടുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു. ആ കോൺട്രാക്ട് വഴി അങ്ങനെയാണെങ്കിൽ കിട്ടിയിരിക്കുന്ന 2.78 കോടി രൂപയാണ് അവരുടെ ഏറ്റവും വലിയ ബിസിനസ് ഇൻകം. അപ്പൊ പിന്നെ ഈ 20 കോടി രൂപ ഇവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ 85 ലക്ഷം വന്നിരിക്കുന്ന കാര്യത്തിനെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടൊക്കെ കൂട്ടാം. പക്ഷേ 2.78 കോടിയുടെ എത്ര മടങ്ങാണ് 20 കോടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ശരിയായിട്ടുള്ള ഇടപെടലുകൾ അല്ല നടന്നിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഈ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ഇന്ന് മാധ്യമ സ്ഥാപനങ്ങളൊക്കെ അത് അന്വേഷിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ ഒന്നും പ്രവർത്തിക്കാറില്ല, അവിടെ ആരൊക്കെയോ എപ്പോഴൊക്കെയോ വന്നിട്ട് പോകുന്നു, പൊതുവെ അത് അടച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ ആ ബിൽഡിങ്ങിന്റെ ഓണർ തന്നെ പറയുന്നതൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ കേവലം ED രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വാദം കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി ശരി, ഞാൻ പറയുന്നു ED രാഷ്ട്രീയമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്, ശരി എങ്കിൽ അത് സമ്മതിച്ചതിന് ശേഷം ഇനിയെങ്കിലും നിങ്ങൾ ആ ഡയറിയിലെ കണക്ക് പറയൂ. ആ ഡയറിയിലെ കണക്ക് കള്ളമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അത് ED എഴുതി വെച്ചിട്ട് വീണ വിജയനെതിരെ ആരോപിക്കുകയാണ് എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ലല്ലോ. ഈ 20 കോടിയുടെ കണക്ക് അത് ആധികാരികമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്ന വിവരമാണ്. ആരും കമ്പൽ ചെയ്തിട്ടല്ല, അവർ സ്വമേധയാ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരമാണ്. അപ്പൊ അതിന്റെ അക്കൗണ്ടബിലിറ്റി അവരുടെ കയ്യിലാണ്. ഇത് അത്രയും ട്രാൻസാക്ഷൻ പിടിച്ചെടുത്തു എന്നൊന്നും അതിനർത്ഥമില്ല. അവരുടെ പ്രൈമറി ലീഡാണ്. നിസ്സാരമായിട്ട് വീണ വിജയൻ ഈ ഇടപാടിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. സിബി അതിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്രയും നിസ്സാരമായിട്ട് ഏത് അന്വേഷണ ഏജൻസിക്കും കണ്ടുപിടിക്കാവുന്ന രീതിയിൽ ഇത്ര ലളിതമായിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന്? അല്ല, എനിക്ക് ഇതില് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിലാവുണ്ട് എന്ന് കരുതി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് കക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, ഇവിടെ ദേവസ്വം ബോർഡിൽ നടന്നിരുന്ന അഴിമതി എന്താ? വളരെ കൃത്യമായിട്ട് പിടിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലേക്ക് അന്വേഷണം ചെല്ലില്ല. കാരണം ഇതെല്ലാം പകൽ വെളിച്ചത്തിൽ നടത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്, ഇതിനെല്ലാം ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ കോൺഫിഡൻസ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ കോൺഫിഡൻസ് ഓരോ രീതിയിലായിരിക്കാം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഞാൻ പറയാം. മാസങ്ങളോളം ഈ ഒരു കേസ്
ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ വീണയിലേക്ക് ഈ ചോദ്യം എത്തിയിട്ട് കുറെ കാലമായി. അന്വേഷണ ഏജൻസികൾ വീണയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യമുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ വാ തുറക്കാതിരുന്ന ഒരാളാണ് ശ്രീ മുഹമ്മദ് റിയാസ്. അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് അന്വേഷണം വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവും താമസിക്കുന്ന സ്ഥലത്ത് റെയ്ഡ് നടന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ റെയ്ഡ് നടന്നു. ഈ വീടുകളിലെല്ലാം, അതേപോലെ ഇവരുടെ കണ്ണൂരെ വീട്ടിൽ റെയ്ഡ് നടന്നു. ഈ സമയത്ത് ഒന്നും തന്നെ കമാന്ന് മിണ്ടാതിരുന്ന അദ്ദേഹം എപ്പോഴാണ് വായ തുറക്കാനായിട്ട് തീരുമാനിച്ച സമയം എന്നാലോചിച്ച് നോക്കൂ. സ്വന്തം സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിൽ റെയ്ഡ് നടന്നിരുന്ന സമയത്ത്, അതായത് തന്റെ ഭാര്യയെ പ്രതിരോധിക്കാനായിട്ട് ഒരു പരിധിക്കപ്പുറം അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. പക്ഷേ തന്റെ സൗഹൃദ വലയത്തിനെ പ്രതിരോധിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് തന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന് വേണ്ടിയിട്ടല്ല, തന്റെ ഒപ്പം എല്ലായ്പ്പോഴും ഉള്ള ആളിന് വേണ്ടിയിട്ടല്ല, മറിച്ച് തനിക്ക് ചുറ്റുമുള്ള വൃത്തത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ അന്വേഷണത്തിന്റെ ഡയമെൻഷൻ മാറി. ഇത് വീണയിൽ നിന്ന് മാത്രമല്ല, വീണയ്ക്ക് പുറത്തേക്ക് മറ്റുള്ള ഉപഗ്രഹങ്ങളിലേക്ക്, മറ്റുള്ള ഭ്രമണപഥത്തിലേക്ക് ഈ അന്വേഷണം പ്രവേശിച്ചു എന്നുള്ള ഒരു തോന്നലുണ്ട്. ആ തോന്നലല്ലേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ സംസാരിക്കാഞ്ഞത്? ഇന്ന് ഞാൻ ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. എന്താ പറഞ്ഞ് ഇപ്പൊ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാ പറഞ്ഞു. ഉരുണ്ട് കളിക്കുകയായിരുന്നു റിയാസ്. എന്തായാലും റിയാസിന്റെ ബൈറ്റിൽ റിയാസ് ഉരുണ്ട് കളിക്കുകയായിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങളോട് ഇത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ വിശദീകരിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് പണ്ടുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഡീലാണെന്നും ഇതിന് ബാങ്കിൽ കൂടിയാണ് പണം സ്വീകരിച്ചിരിക്കുന്നത്, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്, അവിടെ സേവനം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ മുന്നിൽ ഈ വാദം ഇനിയും പറയാൻ കഴിയുമോ? കർത്തായുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വീണയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരാൾ പറയുന്നു എനിക്ക് സേവനം കിട്ടിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് പണം കൊടുത്തു. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അപ്പൊ പിന്നെ അതിനപ്പുറത്തേക്ക് ശ്രീ റിയാസ് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പുറത്ത് ഒരാൾ പറഞ്ഞു ഞാൻ സേവനം കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണിക്കാൻ ഒരു തെളിവുമില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തെളിവുമില്ലാത്ത ഒരു മീറ്റിംഗ് സെറ്റപ്പ് ചെയ്തതിന്റെയോ ഒരു ഇമെയിൽ അയച്ചിരിക്കുന്നതിന്റെയോ തെളിവില്ലാതെ നിങ്ങൾ IT സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആകെ ഉണ്ടായിരുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വെറും ട്രാൻസാക്ഷനായിട്ടുള്ള ഒരു കാര്യവുമായിരുന്നു. എന്തായിരുന്നു? നിങ്ങൾ ഇൻവോയ്സ് റേസ് ചെയ്യുന്നു, എന്നിട്ട് പൈസ എപ്പോൾ കിട്ടും എന്ന് ചോദിക്കുന്നു. ഈ കാര്യത്തിന് മാത്രമേ മെയിലുള്ളൂ, അല്ലാതെ മറ്റൊരു കാര്യത്തിനുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫണ്ടമെന്റലി ഒരു കറക്ക് കമ്പനി സെറ്റപ്പിലാണ് ഇത് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ഈ ഒരു കമ്പനി മാത്രമല്ല. ഇനി തന്നെയുമാണോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ട് കമ്പനികളിലുള്ള മറ്റ് ജീവനക്കാരെ ചോദ്യം ചെയ്തില്ലേ? ഈ തലപ്പത്തിരിക്കുന്ന വീണയെയും തലപ്പത്തിരിക്കുന്ന കർത്തായെയും നമ്മൾ മാറ്റി നിർത്തിയേക്കൂ. അവരുടെ IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ IT ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ CMRൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇവിടെ ഒരു കുന്തവും കിട്ടിയിട്ടില്ല എന്നവർ പറഞ്ഞു. വീണയുടെ എക്സാലോജിക്കലുള്ള സ്റ്റാഫിനെ ചോദ്യം ചെയ്തതാണല്ലോ. അപ്പൊ അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലയന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ കമ്പനിയിൽ ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അതൊരു 1% കമ്പനിയാണെന്നറിയാം, ഒറ്റ ഡയറക്ടർ മാത്രമേ ഉള്ളൂ, അവിടെ ജോലി ചെയ്തിരുന്ന സ്റ്റാഫിന് പോലും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, വീണയുടെ തന്നെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമറാണ്, ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന കസ്റ്റമറാണ്. ആ കസ്റ്റമറിന്റെ പേര് പോലും ആ സ്ഥാപനത്തിലുള്ള ആൾക്കാർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ സേവനം കിട്ടിയിട്ടില്ല CMRലിനെ എന്ന കാര്യം, അതിലൊരു സംശയവുമില്ല. അതിനിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് വീണ വിജയൻ പോലും സമ്മതിച്ചതാണ്, ഇതിനെക്കുറിച്ചുള്ള രേഖകൾ നൽകാൻ കഴിയില്ല എന്ന്. അപ്പോൾ ശ്രീ സലീം മടവൂർ, ഇവിടെ പിണറായി വിജയൻ ഈ ചിത്രത്തിലേ ഇല്ല കേട്ടോ. കാരണം അദ്ദേഹം ഈ കേസിൽ ഒരു തരത്തിലും ആരോപണ വിധേയനല്ല, പ്രതിയല്ല, അങ്ങനെ ഒരു കാര്യവും വന്നിട്ടില്ല. പക്ഷേ ഇതിൽ പിണറായി വിജയന്റെ പേര് നമുക്ക് പറയേണ്ടി വരുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് മകൾ ഇങ്ങനെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് CMRL കമ്പനിയാണ്. കാരണം CMRL കമ്പനിക്ക് അനധികൃതമായിട്ട് സർക്കാരിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ ചെയ്ത് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി കൊടുത്ത കൈക്കൂലി എന്ന രീതിയിൽ തന്നെ അതൊരു ബാങ്ക് ഇടപാടിലൂടെ നടത്തി. അതാണല്ലോ GST അടച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് കുഴപ്പമെന്ന് CPMന്റെ നേതാക്കളൊക്കെ അന്ന് ചോദിച്ചത്. അതൊക്കെ കടന്ന് അന്വേഷണം നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊരു കൈക്കൂലിയായിരുന്നു. പിണറായി സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾക്ക് മകളുടെ കമ്പനിക്ക് മകൾക്കും പണം കൊടുക്കുകയായിരുന്നു കർത്തയും കൂട്ടരും ചെയ്തത്. അതാണ് സംഭവിച്ചത്. അതിനിടെയാണ് ആ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വിദേശത്തേക്ക് പണം കടത്തിയതിൻ്റെയും കിട്ടിയ തുകയേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടന്നതിനെയും കുറിച്ചാണ്. ഈ ലേക്കർ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഷെൽ കമ്പനിയാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇവിടെ വീണ വിജയൻ അവരുടെ എക്സാലോജിക് കമ്പനി സേവനം കൊടുത്തെന്നെങ്കിൽ പറയുന്നു. അതേക്കുറിച്ച് ED അന്വേഷിച്ചിട്ട് ഇതുവരെ ഒരു എതിരായിട്ടൊരു തെളിവ് വരാത്തതുകൊണ്ടാണല്ലോ അറസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നില്ലല്ലോ. പക്ഷെ ഇതേപോലെ കർത്ത പൈസ കൊടുത്ത വേറെ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ. കേരളത്തിന്റെ വ്യവസായ മന്ത്രിക്ക് മാസപ്പടി കൊടുത്തു എന്ന് പറയുന്നു, ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രി മാസപ്പടി വാങ്ങിയെന്ന് പറയുന്നു. ഇതേക്കുറിച്ചൊന്നും എന്താ ചർച്ച ഇല്ലാത്തത്? ഇല്ല, അതിലങ്ങനെയല്ലല്ലോ. അത് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതിലാണെങ്കിൽ
ഇവരുടെ വീടുകളിലേക്ക് റെയ്ഡ് നടന്നോ? ഇവർക്ക് ഇവിടുത്തെ പൈസ എന്ത് വകയിലെ പൈസ വാങ്ങിയത്? നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി മുന്നേ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല അന്ന് തൊട്ട് വാങ്ങിയത് പറയുന്നു. അപ്പൊ ഇതേക്കുറിച്ചൊന്നും അന്വേഷണമല്ല. ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം അന്വേഷണം, എന്നിട്ട് അന്വേഷണം നീട്ടിക്കൊണ്ടുപോവുക. ഇതുവരെ ഒരു തെളിവും കിട്ടിയില്ലല്ലോ. തെളിവ് കിട്ടുമ്പോഴല്ലേ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോ ഇവിടെ SLC ലാവലിംഗ് കേസ് കുറെ കാലമായി നടക്കുന്നു. ഇതേവരെ ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പിണറായി വിജയനാണോ? BJP അല്ലേ? എത്ര തവണ മാറ്റി വെച്ചു, എന്തേ കേസെടുക്കാത്തത്? കാരണം എന്താ? സുപ്രീം കോടതി അക്കാര്യത്തിൽ സുപ്രീം കോടതി പറയും, കുറെ കാലമായിട്ട് കൊട്ടിഘോഷിച്ച ലാവലിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഈ ഹൈക്കോടതി തള്ളിയത് പോരാ, നല്ല തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാവൂന്ന് പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ നല്ല തെളിവ്, വിശ്വസിക്കാൻ പറ്റിയ തെളിവ്, ആ തെളിവ് കിട്ടാത്തത് കൊണ്ട് നീട്ടിക്കൊണ്ടുപോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.